ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓ
ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ
എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചിയുടെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ പരിസരത്തുള്ള എല്ലാ ആളുകളും ഈ പഞ്ചായത്ത് ഹാളിലേക്ക് കടന്നിരിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റുമാർ, സ്റ്റാഫുകൾ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ, മർച്ചന്റ് അസോസിയേഷൻ്റെ ആളുകൾ എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കണമെന്നറിയിക്കുന്നു. പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. ഒരു പിടിമണ്ണിൽ ദേഹം വെടിയും നേരത്ത് നിശിഹാ
നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചിയുടെ അനുശോചന യോഗമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷയായിട്ട് കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ടെസി സതീഷിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്ന കോട്ടയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ ഈ അനുശോചന യോഗത്തിൽ ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കും. നമ്മുടെ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്ന കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, ബ്ലോക്ക് മെമ്പർമാർ, മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ഏറ്റവും സ്നേഹം നമ്മവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും ദുഃഖത്തിലാക്കിയ ഒരു ദിവസമാണ്. കുട്ടിയമ്മ ചേച്ചിയുടെ 38 വർഷത്തെ സേവനം നമുക്കെല്ലാവർക്കും അറിയാം. ചേച്ചിയുടെ നല്ല പ്രവൃത്തികൾ നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ച നമ്മുടെ കുട്ടിയമ്മ ചേച്ചി നമുക്കെല്ലാം ഈ ഒരു ഓർമ്മയാകുകയാണ്. കുട്ടിയമ്മ ചേച്ചി ചെയ്ത ആ പ്രവൃത്തികളെല്ലാം ഓരോരുത്തർക്കും ഒന്ന് ഓർത്തെടുക്കുമ്പോൾ തന്നെ വളരെ വലുത് തന്നെയാണ്. 5 വർഷം പ്രസിഡന്റായിരുന്ന സമയത്തും ജനങ്ങളുടെ എല്ലാ ക്ഷേമത്തിനും നല്ല പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ച നമ്മളുടെ കുട്ടിയും ചേച്ചിയുടെ ഈ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിദുഃഖത്തിലാഴ്ത്തുന്ന ഒന്നാണ്. ചേച്ചിയുടെ കുടുംബാംഗത്തിന് സംഭവിച്ച നഷ്ടവും നികത്താൻ പറ്റാത്ത ഒന്നാണ്. ചേച്ചിയുടെ ആ നല്ല പ്രവൃത്തികള് ചേച്ചിയുടെ മരണശേഷം പോലും കണ്ണുകൾ ദാനം ചെയ്തു പോലും ചേച്ചി ഒരു മാതൃകയാകുകയാണ്. ചേച്ചിയുടെ കുടുംബാംഗങ്ങൾക്ക്, ഈ ദുഃഖത്തിലടുത്തിരിക്കുന്ന എല്ലാവർക്കും മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനവും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെ അറിയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടിയമ്മ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഓരോ വർഷം നടത്തുന്നതിനായിട്ട് കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം അവർ വിശദമായിട്ട് പറയും. ചേച്ചിയുടെ പേരിലുള്ള എല്ലാവിധ അനുശോചനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കുറുവിട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസഫ് പ്രകാശിനെ ക്ഷണിക്കുന്നു. അനുശോചന പ്രമേയം 1952 നവംബർ 21 തെക്കേൽ മാത്യു കുഞ്ഞാമ്മ ദമ്പതികളുടെ മകളായാണ് ശ്രീമതി കുട്ടിയമ്മയുടെ ജന്മം. പാല അൽഫോൺസ കോളേജിൽ നിന്ന് BSc സുവോളജി വിദ്യാഭ്യാസം നേടി. 1973 ഒക്ടോബർ 28 കൂവത്തിങ്കൽ PF മൈക്കിളിന്റെ ഭാര്യയായാണ് മുട്ടം പഞ്ചായത്തിലേക്ക് എത്തുന്നത്. 1988 മുട്ടം പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം. 8 തവണ വിജയിച്ചു. അതിൽ 2005 തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് വിജയിച്ചത്. 2015 മുതൽ 20 വരെ മുട്ടം പഞ്ചായത്തിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചു. മലങ്കര ടൂറിസം ട്രസ്റ്റിലൂടെ മുട്ടം മലങ്കരയെ കേരളത്തിൽ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ നിർണായക സംഭാവന നൽകിയത് ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനമനസ്സിൽ ഇടം നേടിയ ജനപ്രതിനിധിയാണ് കുട്ടിയമ്മ മൈക്കിൾ. നാടിന്റെ നന്മയ്ക്ക് ഇതാണ് ശരി എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ മുട്ടത്തിന്റെ ഈ ഉരുക്കു വനിത തയ്യാറായിട്ടില്ല. പല ഘട്ടത്തിലും കുട്ടിയമ്മ മൈക്കിളിന്റെ സമരവീര്യവും മുട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
മുട്ടം പഞ്ചായത്തിലെ ഭൂരിപക്ഷം മനുഷ്യരുടെയും പേരെടുത്തു വിളിക്കാൻ തക്ക ബന്ധമാണ് കുട്ടിയമ്മ മൈക്കിളിന് ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ കുട്ടിയമ്മ മൈക്കിളിന്റെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ മുട്ടത്തിലെ ജനതയ്ക്കായിട്ടില്ല. 2026 മെയ് 18 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. നാടിന്റെ പ്രകാശമായിരുന്ന കുട്ടിയമ്മ മൈക്കിളിന്റെ കണ്ണുകൾ ഇനി 2 മനുഷ്യർക്ക് പ്രകാശമായി മാറും. നാടിന്റെ വികസനത്തിനും നന്മയ്ക്കും വേണ്ടി വിശ്രമരഹിതമായി പണിയെടുത്ത ഈ നാടിന്റെ ജനനായകയ്ക്ക് കണ്ണീരോടെ വിട നൽകുന്നു. അനുശോചനം രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KK തോമസിനെ ആദരവ് ക്ഷണിക്കുന്നു. വേദി അലങ്കരിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ ഏറ്റവും ബഹുമാന്യരെ, കുട്ടിയമ്മ ചേച്ചി 38 വർഷത്തെ പൊതുജീവിതം അവസാനിച്ച് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിൽ വന്നതിന് ശേഷം 8 പ്രാവശ്യം ജനങ്ങൾ അംഗീകരിച്ചു എന്നതിലെ ഏറ്റവും വലിയ കാര്യം കുട്ടിയമ്മ ചേച്ചിയുടെ ഒരു മനസ്സാണ്. 2000 മുതൽ ഞാനും ജനപ്രതിനിധിയായിട്ട് പെരുങ്ങ പഞ്ചായത്തിലുണ്ട്. പലപ്പോഴും 2015 ഞങ്ങൾ 2 പേരും പ്രസിഡന്റായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും നല്ല രീതിയിലുള്ള സംസാരം, എപ്പോഴും ഒരു സഹോദരനെ പോലെ കാണുക, അങ്ങനെ ഒരുപാട് പ്രത്യേകത കണ്ടിട്ടുണ്ട്. കുട്ടിയമ്മ ചേച്ചിയുടെ രാഷ്ട്രീയം ഏതാണെന്ന് പോലും എനിക്ക് അവസാന കാലഘട്ടത്തിലാണ് മനസ്സിലായത്. അപ്പൊ രാഷ്ട്രീയത്തിന് അതീതമായി തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ സഹായിച്ചും അവരെ സന്തോഷിപ്പിച്ചും സഹകരിച്ചും ജീവിച്ച് മുമ്പോട്ട് വരാൻ നമുക്ക് എല്ലാവർക്കും വഴികാട്ടിയായി തന്ന ഈ കുട്ടിയമ്മ ചേച്ചി പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിയുകയാണ്. നമുക്ക് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കാരണം ഓരോ വ്യക്തിയെയും ജനനം കൊടുക്കുമ്പോൾ സൃഷ്ടാവിന്റെ സൃഷ്ടിയിൽ പല നിയോഗങ്ങളുമുണ്ട്. നമുക്ക് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ നിയോഗങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും മരിക്കുവാനേ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് സമയമില്ല, കാലമില്ല, ഇന്നിവിടെയുള്ളവർ നാളെ കാണില്ല എന്നൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും മതങ്ങളും പഠിപ്പിക്കുന്ന ഒന്നുകൊണ്ട് മരണം ഒരവസാന വാക്കല്ല. തീർച്ചയായും അതിനുശേഷവും ഒരു ജീവിതമുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നത് ചിത്രശലഭം ജനിക്കുന്നത് ഒരു കൂപ്പയായിട്ട് പുഴുവായിട്ടാണ്. അത് കുറച്ചുനാൾ ഇരയൊക്കെ തന്ന് ജീവിച്ച് അവസാനം സമാധി കുറച്ചു ദിവസം ഇരുന്നതിന് ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് തുടരുകയാണ്. നല്ല ചിറകുകൾ വരുന്നു, പിന്നെ പാറിപ്പറന്ന് നടക്കുന്നു, പിന്നെ തേൻ ഭക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിതം തന്നെ മാറ്റി വേറൊരു ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ്. മരണമെന്ന് പറയുന്നതും അങ്ങനെ ഒരു സമാധിയാണെന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ. എല്ലാ മതങ്ങളും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും കുട്ടിയമ്മ ചേച്ചിയുടെ ഈ വിയോഗത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വലിയ ദുഃഖവും അതോടൊപ്പം തന്നെ സമൂഹത്തിനും ഈ നാടിനും ദുഃഖമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ അങ്ങ് മുകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുട്ടിയമ്മ ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ കൂടി എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. CPIM-നെ പ്രതിനിധീകരിച്ച് ശ്രീ TK മോഹനൻ. ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പൊതു ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ ഒരു തീരനഷ്ടമാണ് നമ്മുടെ കുട്ടിയമ്മ ചേച്ചിയുടെ വിയോഗം എന്ന് ആദ്യമായി ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ഒരു വിശേഷണമല്ല, കുട്ടിയമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ
വളരെ ഉറച്ച തീരുമാനങ്ങൾ, ശരിയെന്ന് തോന്നുന്ന ഉറച്ച തീരുമാനങ്ങൾ, ആ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തികൾ, അതെല്ലാം അദ്ദേഹത്തെ അവരുടെ ഈ 10-36 വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതം എന്ന് പറഞ്ഞാൽ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ ജനപ്രതിനിധിയായി നിന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഉയർന്നുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് സമൂഹത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അത് യാഥാർത്ഥ്യമാകുന്ന ആ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ധീരവനിത തന്നെയാണ് നമ്മുടെ കുട്ടിമ ചേച്ചി. സാധാരണഗതിയിൽ സ്ത്രീകളിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ കൂടുതൽ അടുപ്പം എന്ന് പറയുന്നത് 2015-2020 കാലഘട്ടത്തിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കറിയാം ആ കാലഘട്ടം 2016 കാലഘട്ടം, 17-18 കാലഘട്ടം എന്നൊക്കെ പറയുന്നു, പ്രളയം, അതുപോലെ തന്നെ കോവിഡ് സമയം, ഒരു നമ്മുടെ സംസ്ഥാനത്ത് ലോകത്താകമാനം ഉണ്ടായ കോവിഡ് എന്ന മഹാമാരി, അത് നമ്മുടെ പഞ്ചായത്ത് നാട്ടിലെ ജനങ്ങളെ എത്രമാത്രം ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ ഒരു ഭരണകർത്താവ് എന്നുള്ളതായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ശ്രീ കുട്ടിമ ചേച്ചി. ഓടി നടന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, രോഗബാധിതരായ രോഗികളെ പ്രത്യേക സ്ഥലങ്ങളിൽ പാർപ്പിക്കുക, അവർക്ക് ഭക്ഷണം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് ധീരോദാത്തമായി, സാധാരണഗതിയിൽ ഒരു പുരുഷൻ ഇത്തരം ജോലികൾ മുൻകൈയെടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം പതറാറുണ്ട്. പക്ഷേ പതരാതെ ഒരു നെഞ്ചുവെപ്പോട് കൂടി തന്നെ ധീരോദാത്തമായ നേതൃത്വം കൊടുത്ത ഒരു വനിത, ആ ഒരു ഭരണാധികാരി തന്നെയാണ് കുട്ടിമ ചേച്ചി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയകാലത്ത് നമുക്കറിയാമല്ലോ, ഇവിടെയും നമുക്ക് ചില ദുരന്തങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടായപ്പോഴൊക്കെ ആ ദുരന്ത മുഖങ്ങളിലെല്ലാം ഓടിയെത്തുകയും അവിടെയെല്ലാം വേണ്ട ആശ്വാസങ്ങൾ നൽകുകയും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തികളിലൊക്കെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നമുക്കിവിടെ സൂചിപ്പിച്ചതുപോലെ മലങ്കര ടൂറിസം പദ്ധതി ആ ഞാൻ ഭരണകാലത്താണ് പ്രസിഡന്റായിരുന്ന സംസ്ഥാന ഭരണകാലത്താണ് ഇവിടെ മലങ്കരയിലെ അനന്തമായ ടൂറിസം സാധ്യതകൾ ഇതുപോലെ ഉണ്ട് എന്ന് ഈ കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തുവാൻ മുൻപന്തിയിലിറങ്ങിയ ധീരവനിത തന്നെയാണ്. അന്ന് വളരെ മലങ്കര പ്രദേശം കാട് പിടിച്ച് അവിടെ ഇഞ്ചമുള്ള പടർന്നു കിടന്ന ആ പ്രദേശമാണ്. അവിടെയെല്ലാം ആ ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായി നേതൃത്വപരമായി പങ്കുവച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അന്ന് ആ സമയത്താണ് നമ്മുടെ മർച്ചന്റൈസേഴ്സിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന നമ്മുടെ PS രാധാകൃഷ്ണൻ ഉണ്ണിച്ചേട്ടനുണ്ട് ഇരിപ്പുണ്ട്. എല്ലാം ഒറ്റക്കെട്ടായതുകൊണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യമേ 2018 ടെസ്റ്റ് നടത്തി, അതിനുശേഷം 19-20 വീണ്ടും ടെസ്റ്റ് നടത്തി 10 ദിവസക്കാലം നിൽക്കുന്ന അതിനെല്ലാം ധീരമായ നേതൃത്വം കൊടുത്ത നമ്മുടെ കുട്ടിമ ചേച്ചി ഒരു മാതൃകാ വനിതയുടെ ഭരണാധികാരിയാണ് എന്നതിന് വിശേഷം നമുക്ക് കൊടുക്കാൻ കഴിയും. ഒരു സംശയമില്ല കാര്യത്തിൽ. കുട്ടിമച്ചന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അനീതി കണ്ടാൽ തെറ്റായ ഒരു കാര്യമാണെങ്കിൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അതിന് ഉറച്ചു നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു ധീര വനിത തന്നെയാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമാണ്, പ്രത്യേകിച്ചും വനിതകളിൽ ഒരു ഉരുക്ക് വനിത എന്നുള്ള വിശേഷിപ്പിച്ചതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ കുട്ടിമ ചേച്ചിയുടെ ഈ വിയോഗം ഓപ്പറേഷന്റെ തലേദിവസം പോലും വളരെ കൂളായി തന്നെ സംസാരിക്കുകയും സാധാരണ ചെറിയൊരു ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പെട്ടെന്ന് സുഖപ്പെട്ട് പോരാമെന്ന് പോലും തലേദിവസം പോലും വിളിച്ചു പറഞ്ഞ് സംസാരിച്ച ഒരാളുടെ മരണം ഇങ്ങനെ സംഭവിക്കും നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും നമ്മൾ ആരും കരുതിയിരുന്നില്ല. ഏതായാലും കുട്ടിമ ചേച്ചിയുടെ മരണം വളരെ ദുഃഖകരമാണ്, നമ്മുടെ നാടിന് തീരെ നഷ്ടമാണ് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇവിടെ വളരെ കുടുംബാംഗങ്ങളും അങ്ങേയറ്റം ദുഃഖിതരാണ്. നാടും എല്ലാവരും തന്നെ
കുട്ടിയെ ചേച്ചി അടുത്തറിയാവുന്ന അപാരമൊത്തം ജനങ്ങളും ഇന്ന് ദുഃഖത്തിലാണ് എന്ന് നമുക്കറിയാം. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എന്റെ വ്യക്തിപരമായും CPM എന്ന പ്രസ്ഥാനത്തിന്റെ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ശ്രീ ബിജോയ് ജോൺ. അനുശോചന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരായ പ്രസിഡന്റ് ശ്രീ ടി.സി. സതീഷ്, വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ജനപ്രതിനിധികൾ, ദീർഘകാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് 38 വർഷക്കാലം ജനപ്രതിനിധിയായി ഇരിക്കാൻ അപൂർവമായ സൗഭാഗ്യം ലഭിച്ച കുട്ടിയുടെ നിയോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ അനുശോചനം ആദ്യമായി രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് കുട്ടിയെ കുറിച്ചുള്ള നല്ല വാക്കുകൾ പ്രമേയം അവതരിപ്പിച്ച ജോസിനുൾപ്പെടെ TK മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കാര്യമായി സംസാരിക്കുകയുണ്ടായി. വികസന രംഗത്ത് തന്റേതായ വ്യക്തിത്വം മുദ്ര പല രംഗങ്ങളിലും പ്രിയപ്പെട്ട കുട്ടിയെ ചേച്ചി പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും നമുക്ക് ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭയാശങ്കയില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് പ്രിയപ്പെട്ട കുട്ടിയെ ചേച്ചി. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ അപ്പു ജോൺ ജോസഫ് ഈ വേദിയിലേക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏത് വാർഡിൽ ചെന്നാലും പ്രിയപ്പെട്ട കുട്ടിമേച്ചിയുടെ 38 വർഷക്കാലത്തെ ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന കാലയളവിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പ്രത്യേകിച്ച് പതിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏത് വാർഡിൽ ചെന്നാലും ശ്രീ കുട്ടിയമ്മ മൈക്കിൾ എന്ന ഒരു നാമം ഓരോ സ്ഥലങ്ങളിലും കുത്തിവെച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇവിടെ പറഞ്ഞ സൂചിപ്പിച്ചത് തന്നെ നമ്മുടെ നാടിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഇങ്ങനെയുള്ള ജനപ്രതിനിധി. തന്റേതായ വ്യക്തിത്വം പ്രകടിപ്പിക്കുവാൻ എപ്പോഴും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴും കൊച്ചരജനെ പോലെ പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വിളിക്കുകയും വിശേഷം ചോദിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് കൂടി ഉടമയായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അമ്മ പുള്ളിക്കാരുടെ ക്ലാസ് ടീച്ചറായിരുന്നു, 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. ആ ഒരു വലിയ ബന്ധം എപ്പോഴും എന്നോട് ആ ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടിമേച്ചിയുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതിന്റെ വാക്ക് നിർത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായ MLA സ്ഥലത്തെത്തിയിട്ടുണ്ട് ശ്രീ അപ്പു ജോൺ ജോസഫിനെ അതുപോലെ ക്ഷണിച്ചു. വേദിയിലുള്ള ബഹുമാനരായ ജനപ്രതിനിധികളെ, മുട്ടത്തെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ വിസ്മയത്തോടെയാണ് നമ്മൾ കുട്ടിയമ്മ ചേച്ചിയുടെ ഒരു അനുസ്മരണ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അകാലത്തിൽ നമ്മളെ പിരിഞ്ഞുപോയ ഒരു നല്ല ജനപ്രതിനിധി, മുട്ടത്തിന്റെയും ഈ മേഖലയുടെ എല്ലാം വിഷയങ്ങളിലും ആളുകളോടൊപ്പം ആർജവത്തോടെ ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ജനകീയ മുഖമുണ്ടായിരുന്ന ഒരു വ്യക്തി. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പില്
കുട്ടിയമ്മ ചേച്ചിക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആണ് ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ ഇവിടെ പല വീടുകളിൽ കൂടെയൊക്കെ പോവുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ പല സുഹൃത്തുക്കളെയും ഒക്കെ ഫോൺ വിളിച്ചപ്പം അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, ആ വാർഡില് കുട്ടിയമ്മ ചേച്ചിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അത്രയധികം ജനങ്ങളുമായി ബന്ധമുള്ള ഒരു ജനപ്രതിനിധിയാണ് എന്ന് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയുകയുണ്ട്. അത് തീർച്ചയായിട്ടും അത് തെളിയിച്ചുകൊണ്ട് തന്നെ അവിടെ വിജയിക്കുകയും ചെയ്തു. പുലിമുട്ടം മേഖലയ്ക്കും തൊടുപുഴ നിയോജക മണ്ഡലത്തിലും ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് ഈ നാടിലെ ഒരു MLA എന്ന രീതിയിൽ ഓരോ വാർഡുകളിലും ഓരോ കോണുകളിലും എത്തിപ്പെടുവാൻ ചിലപ്പോൾ ഒരു MLA എന്ന രീതിയിൽ ഒരു ജനപ്രതിനിധിക്ക് കഴിഞ്ഞു വരികയാണ്. ഈ നാടിന്റെ മുന്നോട്ടുള്ള പൊതുവായ ഒരു പുരോഗതിക്കും പ്രശ്നപരിഹാരങ്ങൾക്കുമൊക്കെ ജനകീയരായ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ജനപ്രതിനിധികളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പം അദ്ദേഹം കുട്ടിയമ്മ ചേച്ചി പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിലെ വിഷയങ്ങൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രധാന പങ്കും ആ ഒരു ആർജവവും എക്കാലവും പുലർത്തിയിരുന്ന ഇവിടെ മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട് പല ടൈമുകളിൽ. ആ സമയത്തൊക്കെ മികച്ച ഒരു ജനപ്രതിനിധിയായി പേരെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ കുട്ടിയമ്മ ചേച്ചിയുടെ വിയോഗം തീർച്ചയായിട്ടും നമുക്കൊരു തീരെ നഷ്ടമാണ്. ഈ കുട്ടത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു വ്യക്തിയുടെ അഭാവം തീർച്ചയായിട്ടും ഒരു വലിയ ഒരു വിള്ളൽ അല്ലെങ്കിൽ വലിയൊരു വാക്യൂം ഇവിടെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും തൊടുപുഴയുടെ ജനപ്രതിനിധി എന്ന രീതിയിൽ എന്റെ വ്യക്തിപരമായ രീതിയിലും ഈ കുട്ടിയമ്മ ചേച്ചിയുടെ അകാല നിര്യാണത്തിൽ അനുശോചനം അർപ്പിക്കുന്നു. പലതര ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വ്യക്തിയുടെ പ്രവർത്തനം ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉത്തേജനമാകട്ടെ, ഒരു പ്രോത്സാഹനമാകട്ടെ, ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. CPIക്ക് വേണ്ടി ശ്രീ KA സന്തോഷ്. നമ്മുടെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ കുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ തൊടുപുഴയുടെ പ്രിയങ്കരൻ MLA അബുസാറ്, അതുപോലെ തന്നെ ഇവിടെ ഈ മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, വ്യാപാരി വ്യവസായ പ്രസിഡന്റ്, ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ നേതാക്കളെ സുഹൃത്തുക്കൾ, ഏതാണ്ട് ഒരു 38 വർഷം മുമ്പ് ഞാൻ പാർട്ടിയുടെ പ്രതിനിധിയായി വരുമ്പോൾ മുതലുള്ള ഒരു ബന്ധമാണ് കുട്ടിയമ്മ ചേച്ചിയുമായി വേണ്ടത്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ പൊതുരംഗത്ത് മാത്രമുള്ള പ്രവർത്തന ബന്ധമല്ല. ഇപ്പോഴും കുട്ടിയമ്മ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുകയും വൈകിട്ടും കുട്ടിയമ്മ ചേച്ചിയൊക്കെയായിട്ട് മിക്കവാറും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടിയമ്മ ചേച്ചിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബന്ധം തന്നെയാണ്. എന്റെ വൈഫിയുടെ പഞ്ചായത്ത് മെമ്പറായി വരുമ്പോൾ കുട്ടിയമ്മ ചേച്ചി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ജോസഫ് സാറ് കേസരിനും പൊതുവെ സാറിനെ കാണാനൊക്കെ പോകുമ്പോഴൊക്കെ പല ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും ഷീലയെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു. അതൊരു വലിയൊരു അനുഭവമാണ്. സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ പോവുകയും അവിടെ ആളുകളുമായി ബന്ധപ്പെടാനും ഒക്കെ കഴിഞ്ഞ ഒരു ഭാഗ്യം എൻ്റെ വൈഫിനോട് ഷീലയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ആ മെമ്പർമാർക്കൊക്കെ
കഴിയുന്ന സഹായങ്ങളും നല്ല നല്ല നിർദ്ദേശങ്ങളും നൽകി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ പെട്ടെന്ന് ചേച്ചിക്ക് വയ്യായി വരികയും ഹോസ്പിറ്റലിൽ പോവുകയും ഇങ്ങനൊരു മരണം സംഭവിക്കുകയുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ കഴിയും. കാരണം കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഫോണിൽ ഫോണിൽ സംസാരിക്കുമ്പോഴും വലിയ ഇതായിട്ട് ഒരു അസുഖമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും ചേച്ചിയുടെ വിയോഗം വളരെ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചി പ്രസിഡന്റായിരുന്ന അവസാന കാലഘട്ടത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ടൂറിസം, ആ ടൂറിസം പദ്ധതി അത് നമ്മുടെ ഏറ്റവും നല്ല അവിടെ ടൂറിസം നടത്തുന്ന സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി ആദ്യം കമ്മിറ്റി മുന്നോട്ട് പോവുകയുണ്ട്. അപ്പൊ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു. നമ്മുടെ സമ്പത്ത് പറഞ്ഞു, സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ചേർന്നാം, അല്ലെങ്കിൽ നമുക്ക് ബസ് നടത്താം, അതിനകത്ത് എന്ത് പോരായ്മ ഉണ്ടെന്ന് ഉപയോഗിച്ച് പോകാം എന്നുള്ള ധൈര്യം പകർന്നു നൽകുകയും അതോടൊപ്പം തന്നെ നമ്മൾ 2 തവണ ടൂറിസം ഫെസ്റ്റ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ അപ്പൊ അത് ചേച്ചിയുടെ വീട്ടിൽ ചെന്നാൽ ആര്യ എന്നാലും ആ കാര്യങ്ങളെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം ചേച്ചിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും. ആ ചെയ്യുന്ന സഹായങ്ങളൊന്നും ആരും പറയാറില്ല എന്നുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് കുട്ടിയും ചേച്ചി. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് നേരിട്ടുമ്പോൾ ഒക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ വലിയ ഈ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഈ മുട്ടം പഞ്ചായത്തിലെ ഏറ്റവും വലിയ സീനിയർ മെമ്പർ എന്ന നിലയിൽ ആ ചേച്ചിയുടെ വിയോഗം വലിയ ഒരു തീരനഷ്ടമാണ്. ആ ചേച്ചിയുടെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ആ ചേച്ചിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ എല്ലാ അഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പിന് വേണ്ടി ശ്രീ അലക്സൻ ഒഴിവാക്കി. ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ.സി. സതീശൻ, നമ്മുടെ പ്രിയങ്കരനായ ഗവൺമെന്റ് ചീഫ് വിപ്പ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ്, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യായ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 38 വർഷക്കാലം മുട്ടം പഞ്ചായത്തിന്റെ 14 വാർഡുകളിൽ നിറഞ്ഞു നിന്ന് തന്റെ സ്വതസിദ്ധമായ പ്രവർത്തനം കൊണ്ട് നമ്മളെയെല്ലാം മനം കവർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീമതി കുട്ടിയമ്മ ചേച്ചി. നമുക്കറിയാം, ഒരേ വാർഡിൽ തന്നെ 4 തവണ ഒരു 20 വർഷം ആ വാർഡിൽ തന്നെ നിന്ന് വിജയിക്കാൻ സാധിക്കും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുട്ടിയമ്മ ചേച്ചിയുടെ ഭൂരിപക്ഷം കൂടുതൽ ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളൊക്കെ 2 മുന്നണിയിലും അതുപോലെ തന്നെ ഒരേ മുന്നണിയിലും പഞ്ചായത്തിലും അതുപോലെ തന്നെ മറ്റ് ഒരു സഹകരണ സ്ഥാപനമായ തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ഞാൻ അവിടുത്തെ ജീവനക്കാരനായിരുന്ന സമയത്ത് അവിടുത്തെ ഭരണസമിതി അംഗമായിരുന്നു. അതുപോലെ തന്നെ കുട്ടിയമ്മ ചേച്ചിയുടെ പ്രിയങ്കരനായ ഭർത്താവ് മൈക്കിളുമായിട്ട് കോളേജ് പഠിക്കുന്ന കാലം മുതലുള്ള സുഹൃത്ത് ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ കുട്ടിയമ്മ ചേച്ചി അന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ തലേ ദിവസം ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു. അന്ന് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചെറിയൊരു അസുഖമായിട്ട് രാജഗിരിയിലും അതിനുശേഷം തിരുവനന്തപുരം ആശുപത്രി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. നമ്മുടെ മൈക്കിളിനെ വിളിച്ചു നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് തന്നെ 4-5 ദിവസം കൊണ്ട് തന്നെ ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അത് തന്നെ ആ വിശ്വാസത്തിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ദിവസം മരിച്ചു എന്നുള്ള ആ വാർത്ത കേട്ടപ്പോൾ വളരെ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഞങ്ങളെ 2 മുന്നണികൾ യുഡിഎഫിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് വളരെ വ്യക്തിബന്ധങ്ങൾക്ക് 2 ഒന്നിച്ച ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന അന്നൊന്നും ഒരു വ്യക്തിബന്ധങ്ങൾക്ക് ഒരു വോട്ടവും കൂടാതെ വളരെ സ്നേഹപൂർവമായുള്ള പ്രവർത്തനങ്ങളായിരുന്നു. കുട്ടിയമ്മ ചേച്ചിയുടെ ഭർത്താവിനും അതുപോലെ തന്നെ മക്കൾക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവിധ മുട്ടമണ്ഡലങ്ങളുടെ എല്ലാവരും അനുശോചനം അറിയിക്കാൻ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരള കോൺഗ്രസ് വേണ്ടി ശ്രീ ജോസ് ഗ്രൂപ്പിന് ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാന്യായ
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സതീഷ്, നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ അപ്പൂജോ ജോസഫ്, മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെ, കുട്ടിയുടെ ചേച്ചിയുടെ ഭരണത്തിൽ ഉചിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ ലോകസഞ്ചാരിയായിട്ടുള്ള അബ്ദുൽ കലാം സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന്, നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അതിലെ മനുഷ്യരും എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാക്കാത്തവരാണ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കടിച്ച് നമ്മുടെ ജീവിതം പാഴാക്കി കളയും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട്, മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ കല്യാണം കഴിക്കുന്നു, കുട്ടികളെ വളർത്തുന്നു, അവരെ സ്കൂളിൽ വിടുന്നു, ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി വീറോടെ വാദിക്കുന്നു. ഈ കഴിഞ്ഞ അടുത്ത നാളെ നമുക്കറിയാം, നിയമസഭാ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം നമ്മുടെ ആദർശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നവരാണ്. പക്ഷേ നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര വീറോടെ വാദിച്ചാലും എത്ര ശബ്ദിച്ചാലും നമ്മളിരിക്കുന്ന ഓരോരുത്തരുടെയും ശബ്ദം ഒരു നാൾ നിലയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. കുട്ടിയമ്മ ചേച്ചി 40 വർഷത്തിനോടടുത്ത് ഈ കുട്ടം പഞ്ചായത്തിലും അതിന് വെളിയിലുമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി, ഒത്തിരി പ്രസംഗങ്ങൾ നടത്തി, ഒത്തിരി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു, എതിരാളികളെ വിമർശിച്ചു, വീറോടെ വാശിയോടെ ഇലക്ഷനിൽ മത്സരിച്ചു. എല്ലാം കഴിഞ്ഞ അവസാനം അവരുടെ ഈ ശബ്ദം നിലച്ചു നോക്കിയാണ്. അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം മരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു സ്റ്റേജിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിന്ന് ഒരു സെമിനാർ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണിരിക്കുകയാണ്. ഏതാണ്ട് കുട്ടിയമ്മ ചേച്ചിയുടെ മരണവും ഏതാണ്ട് അതുപോലെ തോന്നുകയാണ്. കാരണം അധികം നാളൊന്നും ആശുപത്രി കിടന്നില്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം പെട്ടെന്ന് അസുഖം നമ്മൾ ആശുപത്രിയിലാക്കി ഏതാനും ദിവസം കൊണ്ട് പിടിപിടിയുന്ന കാര്യങ്ങൾ തീർന്നു. അപ്പോൾ ഓരോ മരണവും നമ്മളിവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക. കുട്ടിയമ്മ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എപ്പോൾ കണ്ടാലും ചിരിക്കുകയും എതിരാളികളോട് പോലും കുശലാന്വേഷണം നടത്തുകയും വളരെ ഊർജ്ജസ്വലമായിട്ട് ചത്തയെ തടഞ്ഞെന്ന് കഴിഞ്ഞിരിക്കുന്നയാളല്ല, എപ്പോഴും പ്രതികരിക്കുന്ന, എല്ലാവരുടെയും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുകൊള്ളുന്ന നമുക്കെല്ലാം ഒരു സഹോദരിയായിരുന്നു കുട്ടിയമ്മ ചേച്ചി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കുട്ടിയമ്മ ചേച്ചിയുടെ നിര്യാണത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള അനുശോചനം അറിയിക്കുന്നു. വ്യക്തിപരമായ പേരിൽ എൻ്റെ അനുശോചനം അറിയിക്കുന്നുണ്ട്. നന്ദി. മർച്ചന്റ് അസോസിയേഷനിലെ ശ്രീ വിജു സി ശങ്കർ. ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് ബഹുമാനായ നമ്മുടെ പ്രിയമുള്ളവർ, കുട്ടിയമ്മ മൈക്കിൾ, കുട്ടിയമ്മ ചേച്ചി എന്ന സത്യം ഇല്ലാതായി. നമുക്കറിയാം, വേർപാടുകളൊന്നും വേദമെന്നുള്ളത്. എങ്കിൽ പോലും എങ്ങനെയായാലും ശരിക്കും കുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ അയൺ ലേഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വം. കാരണം ഞാൻ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ കുട്ടിയ ചേച്ചിയുമായിട്ട് ഏറെ അടുപ്പത്തിലേക്ക് വരുന്നത് സഖാവ് EN ബോസിലൂടെയാണ്. ഇവിടെ ഒരു ചാരായ സമരം നടക്കുന്ന കാലത്ത് ടൗണിലിരിക്കുന്ന ഒരു ചാരായം അടച്ചുകൂടുമെന്നും പറഞ്ഞ് നിരാഹാര സത്യാഗ്രഹം കിടക്കുന്ന ഒരു കുട്ടിയെ ചേച്ചി. അന്ന് എനിക്ക് വയസ്സ് 18 ഉള്ളൂ. ആ ഒരു കാലത്താണ് കുട്ടിയെ ചേച്ചിയെ ഞാൻ കാണുന്നത്. അത് ഗ്രാമപഞ്ചായത്ത് മുമ്പായി. അന്നു മുതല് മുൻപോട്ടുള്ള യാത്രയിൽ 2010-15 കാലത്ത് കുട്ടിയമ്മ ചേച്ചിക്കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഇരിക്കുവാൻ സാധിച്ചത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ഒരു പഞ്ചായത്ത് രാജിനെ കുറിച്ച് അതല്ല എങ്കിൽ ഒരു പഞ്ചായത്തിന്റെ വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ
പ്രസിഡന്റ് എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്ന ഒരാൾ. എന്റെ അറിവിൽ 2 പേരാണ്. അതിലൊരാളാണ് ഉദ്ദേശിച്ചത്. ഒന്ന് കെ രാജേഷ്. പഞ്ചായത്തിന്റെ ഏത് വിഷയങ്ങൾ ചോദിച്ചാൽ അതിന് പരിഹാരം പറയുന്നു. അതിങ്ങനെയാണ് മകനെ എന്ന് പറഞ്ഞു തരുന്നവരാണ്. അതിലുപരി കുടുംബസുഖം. എപ്പോഴും വൈകുന്നേരം വരും, കടയിൽ വരും, പറഞ്ഞ് ദീർഘിപ്പിച്ചാൽ കണ്ണു പറയും. കാരണം അത്രയേറെ വൈകാരിക തലമാണ് കുട്ടിയും ചേച്ചിയും ആയിട്ടുള്ളത്. ആ കുട്ടിയും ചേച്ചിയുടെ വിയോഗത്തിൽ ആ കുടുംബത്തോടും ചേച്ചിയുടെ ഈ അനുശോചന യോഗത്തില് മത്തന്റെ അസോസിയേഷനുള്ള ആദരം ഞാൻ അർപ്പിച്ചു. ഇതുപോലെ കേരള കോൺഗ്രസ് ഗ്രൂപ്പിന് വേണ്ടി ശ്രീ ടോമി മൗലവി. യോഗത്തിന്റെ പ്രിയങ്കരിയായ അധ്യക്ഷ, നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മുട്ടത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കുട്ടിയമ്മ ചേച്ചിയെയും പഞ്ചായത്തിനെയും നാടിനെയും സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, കുട്ടിയമ്മ ചേച്ചി നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയി എന്ന് പറഞ്ഞ് എനിക്ക് മുമ്പ് സംസാരിച്ച ഓരോരുത്തരും, ഗവൺമെന്റ് ചീഫ് വിപ്പായ അബു ജോൺ ജോസഫ് അടക്കം ഇവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കുട്ടിയമ്മ ചേച്ചിയുടെ സ്ഥാനം എന്താണ് എന്ന് സംസാരിച്ചവരെല്ലാം പറഞ്ഞു. കുട്ടിയമ്മ ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഏതൊരാൾക്കും കുട്ടിയമ്മ ചേച്ചിയുടെ അടുത്തേക്ക് കടന്നു വരികയും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി പറയുകയും പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നയാളായിരുന്നു കുട്ടിയമ്മ ചേച്ചി. സ്വാർത്ഥത ഇല്ലാതെ നിസ്വാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴുള്ളതും ഇനി വരുവാനിരിക്കുന്നതുമായ മെമ്പർമാർക്കും പ്രസിഡന്റിനുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കുട്ടിയമ്മ ചേച്ചി. നമ്മൾ ഓരോരുത്തർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു. കുട്ടിയമ്മ ചേച്ചി മലങ്കര ഫെസ്റ്റ് നടത്തിയപ്പോൾ ആ ഫെസ്റ്റിനോടനുബന്ധിച്ച് അതിനകത്തൊരു കമ്മിറ്റി അംഗം ആകുവാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാല്, ഉണ്ണിച്ചേട്ടനടക്കം, അതുപോലെ ഔസേപ്പച്ചൻ പഴയിടം, മരിച്ചുപോയ നമ്മുടെ അലക്സ് പ്ലാത്തോട്ടം അടക്കമുള്ള ആളുകള് അന്ന് കമ്മിറ്റിയുടെ പി കെ മോഹനൻ, കെ എ സന്തോഷമൊക്കെ കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും ഒക്കെ നടത്തിയൊരു ഫെസ്റ്റ് ആയിരുന്നു. ആ ഫെസ്റ്റ് മലങ്കരയെ, നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം വരെ മലങ്കരയെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, ചർച്ചയിലേക്ക് എടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ആളുകൾക്ക് ഒത്തിരി തൊഴിൽ സാധ്യതകളും സ്വപ്നങ്ങളും ഉള്ള ഒരു സംവിധാനമായി കുട്ടിയമ്മ ചേച്ചിയുടെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് വേണ്ടി അല്ലായിരുന്നു. അങ്ങനെ ഒരു വനിതയായിരുന്നു കുട്ടിയമ്മ ചേച്ചി. ആ കുട്ടിയമ്മ ചേച്ചിയുടെ ദേഹവിയോഗത്തിൽ കുട്ടിയമ്മ ചേച്ചിയും മൈക്കിളിനെയും കാണുമ്പോൾ ഒരു കാര്യം, മൈക്കിളിനെ കാണുമ്പോൾ, മൈക്കിളേട്ടൻ എന്റെ പിതാവിന്റെ സുഹൃത്തു കൂടിയായിരുന്നു ആദ്യകാലം മുതൽ. ആ മൈക്കിളിയേട്ടനും കുട്ടിയമ്മ ചേച്ചിയും കാണുമ്പോൾ ഈ മാടത്ത അല്ലെങ്കിൽ മൈനയൊക്കെ ഇണപ്രാവുകളെ പോലെ ഏതു സമയത്ത് ഒരു കല്യാണ സ്ഥലത്താണേലും ഒരു മരണസ്ഥലത്താണേലും എന്തോ ഒരു കാര്യത്തിനാണേലും പോകുന്ന ആളുകളായിരുന്നു. മൈക്കിളിയേട്ടനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ മൈക്കിളിയേട്ടന് ബുദ്ധിമുട്ടുണ്ടാവില്ല. മൈക്കിളിയേട്ട, ഞാൻ ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൈക്കിളിയേട്ടനോടും കുടുംബാംഗങ്ങളോടും, പൂവത്തുങ്ക കുടുംബാംഗങ്ങളോടും, ഈ മുട്ടത്തെ നല്ലവരായ ആളുകളോടുമുള്ള അവരോടൊത്ത് ഈ അനുശോചന യോഗത്തിൽ കേരള കോൺഗ്രസ് ജേക്കബിന്റെ ദുഃഖം, ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഉള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദിയോടെ നിർത്തുന്നു. കുട്ടിയമ്മ ചേച്ചിയുടെ വാർഡ് മെമ്പറായ ശ്രീ ജോസിനെ ക്ഷണിച്ചുകൊള്ളു. ഏറെ ബഹുമാനപ്പെട്ട ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷൻ, മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എസ് സതീഷ്, വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഡിസംബർ 21-ാം തീയതി
ഈ ഒരു രീതിയിൽ നിന്നാണ് ഞങ്ങൾ 13 മെമ്പർമാരെയും സത്യപ്രതിജ്ഞ ചെയ്ത് ഈ പഞ്ചായത്തിലേക്ക് കയറ്റിവിട്ടത് കുട്ടികൾ ചേച്ചി. ഇവിടെ നിൽക്കുമ്പോൾ അതിയായ വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 20 വർഷവും എൻ്റെ വാർഡിൽ 9ാം വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നത് കുട്ടികൾ ചേച്ചി. ആ ഒരു അയൺ ലേഡി എന്നുള്ളത് വിശ്വനാഥ് പറഞ്ഞു. അയൺ ലേഡി തന്നെയായിരുന്നു. 20 വർഷവും ഞങ്ങളുടെ വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നത്. അതിലേക്ക് വലിയ അഭിമാനമുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികൾ ചേച്ചിയുടെ 11ാം വാർഡിൽ ഈ വർഷം എനിക്ക് ജയിച്ചു വരാൻ പറ്റിയത്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു വിഷമം ഉണ്ട്. അത് കുട്ടികൾ ചേച്ചിക്കും ഉണ്ടായിരുന്നു. ഞങ്ങള് പള്ളിയില്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പള്ളിയില് വെച്ച് ഒരു മലയാള ബസ്സുകാരൻ ഞങ്ങളോട് പറഞ്ഞു, ഏറ്റവും പ്രായം കുറഞ്ഞ കൂട്ടപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജോബിസും ഏറ്റവും പ്രായം കൂടിയ ലേഡി ഒരു പത്രവാർത്ത കൊടുക്കാൻ പോകുമ്പോൾ പറഞ്ഞ ഒരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. പിന്നെ അത് കുട്ടിമിച്ചി എന്നെ പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചു. ഫോട്ടോയൊക്കെ എടുത്തതാണ്, പക്ഷെ അത് വേറെ രീതിക്ക് ആവും എന്ന രീതിക്ക് ആയതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. എന്നിരുന്നാലും വാർഡ് മെമ്പർ എന്ന രീതിയിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെറുതായിട്ട് ശ്രീമതി കുട്ടിയമ്മ ചേച്ചിയോടൊപ്പം അത് കഴിഞ്ഞ മുൻ ഭരണസമിതിയിലെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരുടെ ആദ്യമായിട്ട് ശ്രീമതി ഷേർലി ഐസി, നമ്മുടെ ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷതയിലിരിക്കുന്ന മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ശ്രീമതി ജെസ്സി സതീഷ്, വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ, ചോദിച്ചേട്ട, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 15 വർഷക്കാലം കുട്ടിയമ്മ ചേച്ചിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആളാണ്. അത് ഒരു നിസ്സാര കാര്യമായി ഞാൻ കരുതുന്നില്ല. അന്ന് ജനപ്രതിനിധിയായി മുട്ടം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു വീട്ടിൽ ഒതുങ്ങിയിരുന്ന ഞാൻ വരുമ്പോൾ ഏറെ ആവശ്യങ്ങളിലെല്ലാം എന്നെ സഹായിക്കാൻ, കാരണം പല അറിവുകളും പകർന്നു നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇടതുപക്ഷത്തിലിരിക്കും വലതുപക്ഷത്തിരിക്കുമ്പോഴും എന്നും വലിയ സ്നേഹത്തോടു കൂടിയാണ് പോയിട്ടുള്ളത്. കുട്ടിയമ്മ ചേച്ചി എനിക്കെന്നും ഒരു ചേച്ചിയായിരുന്നു. ചേച്ചിക്കെന്നും ഞാനൊരു അനീതിയായിരുന്നു എന്നോർത്തുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങളിലെല്ലാം എല്ലാത്തിനും ഒരേ രീതി, ഒരേ ദിശയിലല്ലായിരുന്നു. കാരണം അത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നീതി എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അടിയുറച്ച് അതിനുവേണ്ടി ശബ്ദമുയർത്തിയിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനകീയ ആസൂത്രണ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലത്തെ ഒരു സംവിധാനങ്ങളല്ലായിരുന്നു. എല്ലാം എഴുതി ഉണ്ടാക്കുകയായിരുന്നു. രാത്രികളിലെല്ലാം ഈ പഞ്ചായത്തിലിരുന്ന എഴുതി, അത് എത്രമാത്രം എഴുതാനുണ്ടെങ്കിലും ചേച്ചിക്ക് ഒരു മടിയില്ല. എല്ലാ മെമ്പർമാർക്കും തിരിച്ചു കൊടുത്താലും ചേച്ചിക്ക് കിട്ടുന്നതും എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ മെമ്പർമാർക്കും തനിക്ക് ഞാൻ സഹായം ചെയ്യാൻ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് എഴുതി തരുന്നതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മറന്നുപോയിട്ടില്ല. നല്ല ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ്. എല്ലാവർക്കും ചോദിക്കും, കുട്ടിയമ്മ ചേച്ചിയുടെ പ്രായം എഴുതി വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ എല്ലാം വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു കുട്ടിയമ്മ ചേച്ചിക്ക് ഈ പ്രായം ഉണ്ടായിരുന്നോ എന്ന്. ശരിയാണ്, കുട്ടിയമ്മ ചേച്ചിയെ കണ്ടാലും പ്രവർത്തനത്തിലും ഈ പ്രായം ഒന്നിനും ഒരു തടസ്സമായി നിന്നിട്ടില്ല. നല്ല ചുറുചുറുക്കോടുകൂടി ഉള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഓർക്കുകയാണ്. എന്ന് കുട്ടിയമ്മ ചേച്ചി പഞ്ചായത്തിലേക്ക് കടന്നു വരുമ്പോഴും താങ്ങും തണലുമായി ജോയിച്ചേട്ടൻ എന്നും കൂടെയുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം ജോയിച്ചേട്ടനോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ജോയിച്ചേട്ടനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുക.
എത്ര മണിക്കൂറുണ്ടെങ്കിലും ഈ പഞ്ചായത്തിന്റെ തിണ്ണയിൽ വന്നിരിക്കുക കുട്ടിയമ്മ ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോകുന്നത് വലിയൊരു കാര്യമായി ഞാൻ അത് കണക്കാക്കിക്കൊണ്ട് പറഞ്ഞു. അന്നേരം ജോയിച്ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുട്ടിയമ്മയല്ലാതെ ആരെയും കൊണ്ടുനടക്കുന്നതെന്ന്. എൻ്റെ അത് മനസ്സിൽ വലിയ തട്ടിയൊരു കാര്യമാണ്. അവര് തമ്മിലുള്ള ആ സ്നേഹബന്ധം അത് മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ജോയിച്ചേട്ടൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ്, ശരിയായ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങ് പോന്നു കേട്ടോ എന്ന് ഞാൻ പറഞ്ഞത് ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്. ഈ നഷ്ടം നമ്മുടെ നാടിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ, കാലങ്ങളൊക്കെ പറയുമ്പോഴും മങ്ങിപ്പോവെങ്കിലും കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ ജോയിച്ചേട്ടൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ ശക്തി ചേച്ചിയുടെ പ്രാർത്ഥനയിലൂടെ നൽകിക്കൊണ്ട് പോകാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവിധ എന്നോടെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവിധ അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായി സംസാരിക്കുന്നതിനെ സതീഷ് സാറിനുമായി പ്രസിഡന്റ് സംഘടനയുടെ സന്ദർശനം. ഈ അനുശോചന യോഗത്തിൻ്റെ പ്രിയങ്കരായ അധ്യക്ഷ, വേദിയിൽ സംസാരിക്കുന്നതായ വിശിഷ്ട വ്യക്തിത്വത്തിൽ കുറ്റമ്മ ചേച്ചിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന മൈക്കിലേട്ട് കുടുംബാംഗങ്ങൾ ഇവരുടെ ദുഃഖത്തിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ പങ്കുചേരുകയാണ്. എനിക്ക് മുമ്പ് പ്രത്യേകമായ എല്ലാ മതവ്യക്തിത്വങ്ങളും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കുറ്റം ചേച്ചി ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളിലൂടെ എണ്ണി പറയുന്നു. ഞാൻ മുട്ടം കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മത്സരിക്കാനായിട്ട് വാസ്തവത്തിൽ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ മത്സരത്തിന് ശേഷം കുറ്റം ചേച്ചിയായിട്ട് പറഞ്ഞു, ഈയൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങേണ്ടതില്ലായിരുന്നു. എൻ്റെ രണ്ട് അംഗങ്ങളുണ്ടോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞാൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുള്ള ഒരു ഉത്തരവാദിത്തമല്ല ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ചേച്ചി തമാശയായിട്ട് വെച്ചു, ചേച്ചിയാണ് ഞാൻ മത്സരിച്ചത്. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ധാരാളം പരിചയവും അനുഭവസമ്പത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളെപ്പോലെ ഇവിടിപ്പോൾ വിട്ട് ജോലി ചെയ്തൊരു വ്യക്തിക്കാണ് ഇവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കഴിക്കാനോ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചേരിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ പോലും ഇതിൽ നിന്ന് മത്സരിക്കുന്നവരുടെ നന്മയും അവരുടെ കഴിവുകളെയും ഉള്ളുകൊണ്ട് അംഗീകരിക്കുകയും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നല്ല മനസ്സിന് ഉടമയായിരുന്നു കുറ്റം ചേച്ചിയെന്നാണ്. എനിക്ക് അധികം വ്യക്തിപരമായിട്ട് അധികം അടുപ്പം ചേച്ചോടില്ല. പക്ഷെ ഈ സമയത്ത് ഈ പഞ്ചായത്ത് വളരെ ആഗ്രഹപൂർവ്വം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ശാസ്ത്രശാല ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിങ്ങൾക്കറിയാം, എല്ലാ നാനാതുറയിലുള്ളതായ എത്രയോ അധികം ആൾക്കാരാണ് അവിടെ കൂടിയത്. ചേച്ചിയോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ അവസാനമായിട്ട് അർപ്പിക്കാവുന്ന ഒരു അവസരമായിട്ട് അവരെ കണ്ട് അത്രയും ആൾക്കാർ കൂടിയുണ്ട്. അഭിപ്രായം ചേച്ചിയുടെ ഓർമ്മ നിലനിർത്തുന്നതിനായിട്ട് ഇവിടെ എൻഡോമെന്റ് സ്കോളർഷിപ്പിനെ പറ്റി ഇവിടെ ആദ്യം സൂചിപ്പിച്ചിരുന്നു. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടില് പല വ്യക്തികളുടെയും പേര് നിലനിർത്തുന്നതിനായിട്ട് ഏതെങ്കിലും ഹോളുകൾക്ക് പേരിടുകയോ അല്ലെങ്കിൽ റോഡുകൾക്ക് പേരിടുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു വലിയ കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഓരോ റോഡ് നമുക്ക് കാണുമ്പോൾ ഇതിനാണ്ട് പേര് കാണുമ്പോൾ ആ വ്യക്തിയെ എല്ലാ കാലത്തും സ്മരിക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. കുട്ടിയമ്മ ചേച്ചിയുടെ ദീർഘകാലം പ്രവർത്തിച്ചതായ പ്രവർത്തന മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആ വാർഡില് അങ്ങനെ ഏതെങ്കിലും ഒരു റോഡിന് അങ്ങനെ ഒരു പേരിട്ട് ചേച്ചിയുടെ പേര് സ്ഥിരമായിട്ട് നിലനിർത്തണം. എല്ലാ മനുഷ്യരുടെയും മനസ്സിലൊരു ജ്ഞാപകമായിട്ട് അതിനെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല സംരംഭത്തിന് മുന്നേറ്റം കൊടുത്തായ മുട്ടം പഞ്ചായത്ത് ബാങ്ക്
പഞ്ചായത്ത് മെമ്പർമാരോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും എന്നെ ഈ ബാങ്കിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ ക്ഷണിച്ച് അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാനായിട്ട് ഒരു അവസരം തന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ അവസരിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി മേഴ്സി ചേച്ചി. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മുട്ടയം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ മെമ്പർമാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഏതാണ്ട് 38 വർഷത്തെ പൊതുപ്രവർത്തനത്തിന് ശേഷം നമ്മിൽ നിന്നും വേർപെട്ടു പോയ കുട്ടിയമ്മ ചേച്ചിയുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പൂവത്തുന്ന കുടുംബത്തിന്റെ ജോയിച്ചേട്ടനും പിള്ളേർക്കും ഉള്ള എല്ലാം അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയും, അതുപോലെ ഈ മുട്ടം പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ചേച്ചിയുടെ വേർപാട് വളരെ ദുഃഖകരമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചേച്ചി മുട്ടം പഞ്ചായത്തിന് വേണ്ടി, അതുപോലെ ബ്ലോക്കിന് വേണ്ടി എല്ലാം പ്രയത്നിച്ചത് ജന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി പ്രവർത്തിച്ചത്. ഞാൻ ഏതാണ്ട് 10 വർഷക്കാലം ചേച്ചിയുമായിട്ട് ഒന്നിച്ചു പ്രവർത്തിച്ചു. ആദ്യത്തെ ടൈമിൽ തന്നെ വരാൻ കാരണമായത് ചേച്ചി മാത്രമാണ്. ചേച്ചി എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ആ ചേച്ചി കുഴപ്പമൊന്നുമില്ല, ഞാനിതിൽ നിന്ന് പിന്മാറി എന്നാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു. കുഴപ്പം, അന്ന് ചേച്ചി UDF-ലായിരുന്നു. അപ്പൊ അങ്ങനെ ചേച്ചിയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വരികയും എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും, അതുപോലെ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏതൊരു കാര്യം ചോദിച്ചാലും മേഴ്സി ഇന്ന പേജിലുണ്ട്, പഞ്ചായത്ത് രാജിന്റെ ഇന്ന പേജിലുണ്ടത് മേഴ്സി നോക്കിക്കേ എന്ന് പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കുട്ടിയുടെ ചേച്ചിയുടെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖമാണെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. ചേച്ചിയോടുള്ള എല്ലാ അനുശോചനവും, കുടുംബത്തോടുള്ള അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ തീരാദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനകീയ പ്രക്ഷോഭ സമിതി അംഗം ജെയിംസ് കൊല്ലാക്കൽ. കുട്ടിയമ്മ ചേച്ചിയുടെ ദേഹവിയോഗത്തിൽ നമ്മളെല്ലാവരും ദുഃഖാന്തരാണ്. ഞാൻ കുട്ടിയമ്മ ചേച്ചിയെ സ്മരിക്കുന്നത് കുട്ടത്തും പരിസര പ്രദേശങ്ങളിലും കോളനികളിലും പാർപ്പുറങ്ങളിലുമെല്ലാം താമസിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളെ ഒരു വലിയ ഫൈനാൻസ് ഗുണ്ട ഉൾപ്പെടുത്തി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിനെതിരെ ഒരു പഞ്ചായത്ത് സർക്കാരിലേക്ക് റെസൊല്യൂഷൻ പാസ്സാക്കി അയക്കുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇതംപ്രഥമമായിരിക്കും. ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി നിരന്തരം എന്നെ വിളിക്കുകയും വിശിഷ്യ ഒരു സമരവുമായി ബന്ധപ്പെട്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ രാവിലെ മുതൽ ഉച്ചവരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ആ പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീകളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി അരിപ്ലാവൽ ഫൈനാൻസ് എന്ന കൊള്ളക്കാരനാൽ പെട്ടുപോയ പാർപ്പുറങ്ങളിലും കോളനികളിലും എല്ലാം അധിവസിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അവർക്ക് ഈ കൊള്ളക്കാരിൽ നിന്നും ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി നടത്തപ്പെട്ട 3.5 വർഷക്കാലം നിരന്തരമായി നടത്തപ്പെട്ട മുഴുവൻ സമരങ്ങളിലും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണ നൽകുകയും ഈ കാബാലികനെ ജയിലിലടയ്ക്കുന്നതിനും ഈ ആളുകളെല്ലാം രക്ഷിക്കുന്നതിനും 3.5 വർഷക്കാലം നടത്തിയ സമര പോരാട്ടങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് കുട്ടിയമ്മ ചേച്ചിയെ സംബന്ധിച്ച് എന്നിൽ നിലനിൽക്കുന്ന ദീപ്തമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിൽ രാത്രി വൈകിയായാലും എന്നെ വിളിച്ച് അന്വേഷിക്കുകയും കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് നിയമസഹായം കിട്ടണമെന്ന്, അതിന് എന്ത് സഹായം വേണമെങ്കിലും നിയമസഹായം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു പലിശക്കാരനെതിരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത് കേരളത്തിൽ ആദ്യമാണ്. അത് മുട്ടം ഗ്രാമപഞ്ചായത്താണ്. ആ മുട്ടം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ആളായിരുന്നു കുട്ടിയമ്മ ചേച്ചി. ജനകീയ സമരങ്ങളോട് എല്ലാം ചേർന്ന് നിന്നിട്ടുള്ള ആളാണ് കുട്ടിയമ്മ ചേച്ചി. ആ കുട്ടിയമ്മ ചേച്ചിയുടെ ദേഹവിയോഗത്തിൽ ഈ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ വിശിഷ്യ കുട്ടിയമ്മ ചേച്ചിയുടെ കുടുംബത്തിലുള്ള ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു.
പഞ്ചായത്ത് മുൻ മെമ്പർ അരുൺ കൊച്ചുകിരി ക്ഷണിക്കുന്നു. ബഹുമാന്യ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷ, കൂട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ സി സതീഷ്, ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, പ്രിയമുള്ള ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, ഉദ്ഘാടകരായ കുടുംബാംഗങ്ങൾ, പ്രിയമുള്ളവർ, എല്ലാവരും കുട്ടിയെ ചേച്ചി പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പും ആയിരുന്നപ്പോഴും അതിനുശേഷവും കുട്ടിയെ ചേച്ചിയുമായിട്ട് ഒത്തിരിയേറെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. കാരണം ഒട്ടേറെ പല കാര്യങ്ങളിലും അത് മേഖലകളിലൊക്കെ അറിയാം, ഞങ്ങൾ ഒത്തിരി കുട്ടിയെ ചില വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളിലൊക്കെ ഇടപെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം ജനപ്രതിയായിരുന്ന കാലഘട്ടത്തിൽ കുട്ടിയമ്മ ചേച്ചി പല വാർഡുകളിലും പല വിഷയങ്ങളിലും എന്നോട് കുട്ടിയമ്മ ചേച്ചിക്ക് പോകാൻ സാധിക്കാത്തപ്പോഴൊക്കെ പറഞ്ഞ് വിടുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും വാർഡിലെ ഫണ്ടിൻ്റെയൊക്കെ ഇത് പറഞ്ഞപ്പോഴും ആ വാർഡിലേക്ക് ഫണ്ട് ഇന്ന ആവശ്യങ്ങൾക്ക് പലപ്പോഴും കിട്ടാതെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ വാർഡിലേക്ക് ഫണ്ടുകൾ നൽകിയാണ് ഒത്തിരിയേറെ അങ്ങനെ ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞപ്പോൾ കുട്ടിയമ്മ ചേച്ചി 30-ലധികം വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിന് മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രസിഡന്റായിരുന്നു. ഞങ്ങൾക്കാണ് ഇടതുപക്ഷ മുന്നണിയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും ജനപ്രതിയായിരുന്നപ്പോൾ ഒന്നും ആകാൻ സാധിക്കാതെ ഒരു സ്വതന്ത്ര മെമ്പറായിരുന്നപ്പോഴാണ് കുട്ടിയമ്മ ചേച്ചി ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായിരുന്നത്. രണ്ട് മുന്നണിയുടെ കാലഘട്ടത്തിലും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും കുട്ടിയമ്മ ചേച്ചിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സ്വതന്ത്ര മെമ്പറായിരുന്നപ്പോൾ 5 വർഷക്കാലം പ്രസിഡന്റായി നിന്നുകൊണ്ട് ഒരു സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കുവാൻ കുട്ടിയമ്മ ചേച്ചിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. കാരണം മറ്റൊരു സ്ഥാനങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് അംഗമായപ്പോൾ വഹിച്ചിട്ടില്ല. 5 വർഷക്കാലത്തെ പ്രസിഡന്റിനപ്പുറം ഒരു അംഗമായി തന്നെയാണ് ബാക്കി കാലങ്ങളിലൊക്കെ കുട്ടിയമ്മ ചേച്ചിയുടെ പ്രവർത്തിച്ചിരുന്നത്. കാരണം പല ആളുകളും ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വൈസ് പ്രസിഡന്റും ഒക്കെ ആയി പോയപ്പോഴും കുട്ടിയമ്മ ചേച്ചി ബാക്കി എല്ലാ കാലഘട്ടത്തിലും പ്രസിഡന്റിന് ശേഷമുള്ള ബാക്കി എല്ലാ കാലത്തും ഒരു മെമ്പറായിക്കൊണ്ടാണ് ഇന്ന് പ്രവർത്തിച്ചത്. അത് ആ ഒരു കാലഘട്ടം വളരെ എല്ലാ വാർഡുകളിലും ആളുകളുമായി വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ കുട്ടിയമ്മ ചേച്ചിക്ക് സാധിച്ചു. ഇവിടെ നമ്മുടെ സംസ്ഥാനം സൂചിപ്പിച്ചു കുട്ടിയമ്മ ചേച്ചിയുടെ നാമധേയത്തിൽ ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്നപ്പോൾ തന്നെ പല റോഡുകളിൽ ആളുകളിലൊക്കെ കാര്യം പറഞ്ഞു. ഞാൻ പലപ്പോഴും ആയിട്ടുണ്ട്. കാരണം ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കുട്ടിയമ്മ ചേച്ചി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെങ്കിൽ പോലും പലപ്പോഴും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുമ്പോൾ കുട്ടിയമ്മ ചേച്ചി എന്നെ വിളിക്കും. അരുണെ നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അരുണിന്റെ ഐഡി കൂടി ഒന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്മിറ്റിയിലേക്ക് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ഇരുന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഒരു പദ്ധതിയായിരുന്നു കുടുംബശ്രീയുടെ മുകളിൽ ഒരു ഹാള് നിർമ്മിക്കായിരുന്നു. വനിതാ ഘടകത്തിൽ ഉൾപ്പെടുത്തി അതിന് DPC അംഗീകാരം കൂടി നേടിയതാണ്. പക്ഷേ അത് തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചില്ല. കാരണം കുട്ടിയമ്മ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞതാണ് അതൊരു നല്ല നിർദ്ദേശമായി നിന്നുകൊണ്ട് ആ ഹാള് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബശ്രീ ആളുകൾക്ക് ഒരു മീറ്റിംഗ് കൂടുന്നതിനും അവരുടെ യോഗം നടത്തുന്നതിനും ഒക്കെ ഒരു വലിയ സൗകര്യമായിരുന്നു. അങ്ങനെ ആ പദ്ധതി നമുക്ക് ഉണ്ടായിരുന്നു. ആ പദ്ധതിക്ക് നമുക്ക് ഫണ്ട് വെച്ചിരുന്നു. പല ഘട്ടങ്ങളിൽ അതിൽ നിന്ന് ഫണ്ട് കുറഞ്ഞുകൊണ്ടെങ്കിൽ ഏകദേശം 12 ലക്ഷത്തോളം രൂപ അവസാനം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പദ്ധതി നമുക്ക് കഴിഞ്ഞ വർഷം തുടങ്ങാൻ സാധിക്കുമെങ്കിൽ ഈ ഭരണസമിതി ആ പദ്ധതി ഒന്ന് ഏറ്റെടുത്ത് കുട്ടിയമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുട്ടിയമ്മ ചേച്ചിയുടെ മെമ്മോറിയലായിട്ട് ഹാൾ നിർമ്മിച്ച് നമ്മുടെ ഈ നാടിന് ഒരു ഓർമ്മയെ നിലനിർത്തുവാൻ അത് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം സ്പില്ലോറായിട്ടാണെങ്കിൽ ഇത്തവണ ഏറ്റെടുക്കാൻ സാധിക്കും. കഴിഞ്ഞവിടുത്തെ പദ്ധതിയാണ് അത് DPC അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അത് വനിതാ ഘടകത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒത്തിരിയേറെ പദ്ധതികൾ കുട്ടിയമ്മ ചേച്ചി പലപ്പോഴും പല ആശയങ്ങളും കാരണം കുട്ടിയമ്മ ചേച്ചിയോട് പറയും ഞാൻ പഴയ ജനറേഷനാണെങ്കിലും നിങ്ങൾ പുതിയ ജനറേഷൻ്റെ ഐഡിയകൾ പറഞ്ഞുകൊണ്ട് ഒരു മിക്സ് ചെയ്തുകൊണ്ടായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പലപ്പോഴും ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഒത്തിരിയേറെ പദ്ധതികൾക്ക് കാരണം അത് കുട്ടിയമ്മ ചേച്ചി എല്ലാവരും ഉൾക്കൊണ്ട് പോകുവാൻ തയ്യാറായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. അത് കുട്ടിയമ്മ ചേച്ചിയുടെ പ്രത്യേക ഇതായിട്ട് ഞാൻ മനസ്സിലായി. കാരണം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ അസുഖമുള്ളൂ. കാരണം ഞാൻ കാറിലാണ് ഞാൻ ചോദിച്ചു രാജീവ് ആംബുലൻസിനല്ല ഇന്നോവയിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പോയ ആളാണ്. പിന്നീട് ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ വളരെ ദയനീയമായി പോയി. കാരണം അത്രമാത്രം കാരണം അങ്ങനെ സംസാരിച്ചു പോയ ഒരാളാണ് ആ അവസ്ഥയിൽ കണ്ടത് എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ ദുഃഖമുണ്ട്. കാരണം അത്രമാത്രം ഒരു ബന്ധം ഞങ്ങൾ ഉണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയം ശരിയിൽ നിൽക്കുമ്പോൾ പോലും കുട്ടിയമ്മ ചേച്ചിക്കെതിരെ ഇവിടെ പ്രകടനം
സമരം നയിക്കുവാൻ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുവാനും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിൽക്കുമ്പോഴും അതിനുശേഷം ഞങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കും. കാരണം ഞാനൊരു ജനപ്രതിനിധി വന്നപ്പോൾ ഞാനിവിടെ സത്യപ്രതിജ്ഞ ഏറ്റവും പറഞ്ഞിരുന്നു. കാരണം എൻ്റെ പ്രായത്തേക്കാൾ കാലയളവിൽ ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാളാണ് കുട്ടിയമ്മ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇവിടെ മെമ്പറായി സ്ഥാനം പറ്റുന്നത്. അപ്പോൾ അത്തരം ഒരു അറിവുള്ള ഒരു വ്യക്തി, കാരണം പല കാര്യങ്ങളിലും നമുക്ക് ഒരു എൻസൈക്ലോപീഡിയാണ് പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം. പുതുതായിട്ട് വരുന്ന ഓരോ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയമ്മ ചേച്ചി ഒരു എൻസൈക്ലോപീഡിയാണ്. കാരണം അത് ഇവിടുത്തെ ജീവനക്കാർക്ക് പറയും. കാരണം അത്രയും എല്ലാവരെയും ജീവനക്കാരെയും മറ്റു മെമ്പർമാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഭരണം നടത്തുവാൻ കുട്ടിയമ്മ ചേച്ചിയുടെ കാലങ്ങളിൽ സാധിച്ചു. അത് കുട്ടിയമ്മ ചേച്ചിക്ക് ഇന്നും എനിക്ക് തോന്നുന്നു ഈ ഭരണസമിതി ഏറ്റപ്പോഴും ഒത്തിരിയേറെ ദുഃഖങ്ങൾ ആ കാര്യത്തിൽ കുട്ടിയമ്മ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതിനെല്ലാം കുട്ടിയമ്മ ചേച്ചിയുടെ ആത്മാവിന് നല്ല നിശാന്തി ലഭിക്കട്ടെ എന്നും അതിനുവേണ്ടി ഈ ഭരണസമിതി കുട്ടിയമ്മ ചേച്ചിയുടെ ഓർമ്മയ്ക്കായി അത്തരമൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടിയമ്മ ചേച്ചിയെ സ്മരിച്ച് എല്ലാ കാലത്തും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹാളുകൾ നിർമ്മിച്ച് ഒരു ഓർമ്മ പുതുക്കി എല്ലാ കാലം നിൽക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ എല്ലാവിധ അനുശോചനവും കുട്ടിയമ്മ ചേച്ചിക്ക് നാമം നൽകുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതിനായി ഫൈസൽ കാണിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷ മുട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഈ പരിപാടി പങ്കെടുത്ത് ധന്യമാക്കിയ സ്ഥല MLA കൂടിയായ തൊടുപുഴ ഇടിയൊക്കെ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ചീഫ് കൂടിയായ അബ്ദുൾ ജോസഫ് അവர்கள், മറ്റ് പ്രിയമുള്ളവരെ, കുട്ടിയമ്മ ചേച്ചിയുടെ അകാല നിര്യാണത്തിൽ നിത്യശാന്തി നേരുകയാണ്. കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കഥകളെല്ലാം പറഞ്ഞു. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് 50-50 വയസ്സാണ്. എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാനൊക്കെ ഈ മുട്ടം സൂര്യകല സാംസ്കാരിക വേദിയായി പ്രവർത്തനങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്റെയൊക്കെ 6, 7, 8, 9 വയസ്സ് പ്രായമുള്ളപ്പോഴൊക്കെ കുട്ടിയമ്മ ചേച്ചിയെ കാണുന്നതാണ്. അന്ന് കുട്ടിയമ്മ ചേച്ചി പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഓരോ വികസന കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ട് അന്ന് തന്നെ നോക്കിക്കാണുന്ന ഒരാളായിരുന്നു. 1994 കാലഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം വന്ന് അധികാര വികേന്ദ്രീക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ രാജേഷ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് കുട്ടിയമ്മ ചേച്ചി ഇവിടെ ഭരണസമിതിയിലേക്ക് കയറി വരുന്നത്. അന്ന് മുട്ടം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 1-ാം വാർഡായ എന്റെയൊക്കെ വാർഡായ മാത്തപ്പാറ വാർഡ്, അവിടെ നമ്മുടെ പുഷ്പൻ ചേട്ടനായിരുന്നു മെമ്പറായിട്ടിരുന്നത്. കുറെ കാലത്തിന് ശേഷം നമ്മുടെ KS ജോർജേട്ടന്റെ ഭാര്യ റേച്ചിലേച്ച് വന്നു 1-ാം വാർഡില്. 2-ാം വാർഡില് നമ്മുടെ മരണപ്പെട്ടുപോയ അവസരം ചേട്ടനായിരുന്നു ആ കാലഘട്ടത്തിൽ. 3-ാം വാർഡില് നമ്മുടെ എസ്തപ്പാൻ ചേട്ടനും, 4-ാം വാർഡിൽ നമ്മുടെ ഷേർലി ഇവിടെ ഉണ്ടായിരുന്നു, ഷേർലി അഗസ്റ്റിനും, 5-ാം വാർഡിൽ ഷേർലി ബേബി, 6-ാം വാർഡിലായിരുന്നു കുട്ടിയമ്മ ചേച്ചി. പിന്നെ 7-ാം വാർഡിൽ നമ്മുടെ മരണപ്പെട്ടുപോയ CC ജേക്കബ് സാറ്, 8-ാം വാർഡിൽ K രാജേഷും ആയിരുന്നു അന്നേരം അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ആ കാലഘട്ടത്തിലൊക്കെ അന്നത്തെ ഇലക്ഷന്റെ സമയം ഞാൻ ഇപ്പോഴും ഉറപ്പാണ്. കുട്ടിയമ്മ ചേച്ചിയുടെ മോള് ഒരു ജീപ്പിന്റെ മോളിൽ കയറി നിന്ന് അന്ന് ചിരാഞ്ചേട്ടന് അവിടെ ഒരു കടയുണ്ട്, STD ബൂത്ത്. അന്ന് STD ബൂത്ത് പ്രവർത്തിക്കുന്നില്ല. അതൊരു യോഗം നടക്കുന്ന ഒരു പഴയ കാലഘട്ടം 80-90 കാലഘട്ടത്തിലെ എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ചിരാഞ്ചേട്ടന്റെ കടയാണ്, അവിടെ ആണ് യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അതിന്റെ തൊട്ട് ചേർന്ന് നാഷകുഞ്ഞാന്റെ കടയുടെ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിയമ്മ ചേച്ചിയുടെ ഇലക്ഷൻ പ്രസിഡന്റ് മോള് പ്രസംഗിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ കൂടി കടന്നു പോവുകയാണ്. പിന്നീട് ധാരോട് സൂചിപ്പിച്ച പോലെ ഫെയർസേജ് മദ്യത്തിനെതിരെ ചന്ദ്രബോസിയുടെ നേതൃത്വത്തിൽ ഫെയർസേജിന്റെ വിഷയമായിട്ട് ബന്ധിപ്പിച്ച് നടന്ന സമരത്തിന്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാനൊക്കെ അങ്ങോട്ട് അപേക്ഷ വെച്ച് ചെന്ന് ഒരു കാലഘട്ടമായിരുന്നു. അവിടെയൊക്കെ ഒരു സമരവും ആവേശവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ 80, 85, 1990 കാലഘട്ടത്തിലൊക്കെ ഒരു സംഭവമാണ്. പിന്നീട് മലങ്കര ബസിന്റെ കേസ് പറഞ്ഞു. പിന്നെ പൊതുശ്മശാനം നമ്മുടെ പോളിടെക്നിക്കിലെ ബാക്കില്, അതായത് ഇപ്പൊ ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പൊതുശ്മശാനം വെട്ടാനായിട്ട് പോയൊരു കഥയൊക്കെ ഞാൻ ഇപ്പോഴിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ ഞാൻ എന്തൊക്കെ ചെന്ന് അങ്ങോട്ട് അപേക്ഷ വെക്കുക ചെയ്ത് എന്നെ അവിടെ കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ വളരെ സുന്ദരമായ ഒരു കാലഘട്ടം. അതിനുശേഷം എത്രയോ കാലഘട്ടങ്ങൾ കുട്ടിയമ്മ ചേച്ചി പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും എല്ലാം ജനപ്രതിനിധികളായിട്ട് കക്ഷി രാഷ്ട്രീയത്തിലുപരി ഞാനതൊരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഞാനൊരു ജനപ്രതിനിധിയോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അങ്ങനെ ഒരു പാരമ്പര്യമോ അധികാരമോ ഒന്നും ഇല്ലാതിരുന്നിട്ടും എന്നെപ്പോലുള്ള ഒരാളുകളുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ കേൾക്കാനും പല കാര്യങ്ങളിലും പാതിരാത്രി വരെ വിളിച്ച് എന്നോട് കുറെ കാര്യങ്ങൾ പറയുവാനും സംസാരിക്കുവാനും പഞ്ചായത്തിന്റെ യോഗങ്ങളിലൊക്കെ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്നൊക്കെ പറയുകയും ശൈലജ ചേച്ചി പറഞ്ഞ പോലെ ആദ്യ കാലഘട്ടങ്ങളിൽ 1994-95 കാലഘട്ടത്തിൽ 2000 വരെയുള്ള ആ ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങളിലുള്ള ഇന്നത്തെ പോലെ
കമ്പ്യൂട്ടറിൽ കൂടി രേഖപ്പെടുത്തുന്ന ഓൺലൈൻ സംവിധാനം അല്ലായിരുന്നു. പ്രോജക്റ്റ് എഴുതുമായിരുന്നു. ഒരു 10-12 വരുന്ന പേജുകൾ വരുന്ന പ്രോജക്റ്റുകൾ, ആമുഖം, ഒരു പദ്ധതിയുടെ ആമുഖം, ലക്ഷ്യം, സാമ്പത്തിക വിശകലനം, മോണിറ്ററിംഗ്, അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് തുടങ്ങി ഒരു 10-12 പേജ് വരുന്ന സംവിധാനം എഴുതി തയ്യാറാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ, നമ്മുടെ താന്നിക്കമരത്തിലെ അജയൻ ചേട്ടൻ, KS ജോർജ് ചേട്ടൻ, പിന്നെ നമ്മുടെ കക്കുടി സണ്ണി സാറ്, അവരൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഇവിടെ. അന്ന് ഈ പഞ്ചായത്ത് ഇവിടെ ഒരു പാർവീതിനെ പോലെയായിരുന്നു. പണ്ടത്തെ ഒരു ഓഡിറ്റർ കെട്ടിടം, ഇങ്ങോട്ട് ഫ്രണ്ട് വ്യൂ ആയിട്ട് ഓഡിറ്റർ കെട്ടിടം, അതിന് തൊട്ടപ്പുറത്ത് ഗ്രാമസേവിക LBO, ഒരു ഷെൽഫ്, അതിന് തൊട്ട് ചേർന്ന് കമ്മിറ്റി ഹാളോ ചേർന്ന് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഗോളാമ്പി മൈക്ക്, അതിനകത്തേക്ക് എത്രയോ ഏഴരയുടെ യുവവാണിയൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ബാക്കിൽ ഒരു പന്തുകളി കോട്ടയ്ക്കായിട്ട് ഈ നിൽക്കുന്ന കോട്ട ഇതുപോലൊന്നും അല്ലായിരുന്നു. ആ ഒരു കാലഘട്ടം കുട്ടിമച്ചേച്ചിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരുടെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധത രാഷ്ട്രീയത്തിലുപരിയായി എങ്ങനെയൊക്കെ ചിന്തിക്കാം, പ്രവർത്തിക്കാം എന്ന് കാണിച്ചു തന്നൊരു മഹത് വ്യക്തിയായിരുന്നു അവരൊക്കെ. അവരുടെയൊക്കെ ഒരു മാതൃക കണ്ടുകൊണ്ടാണ് എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനൊക്കെ, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു വരുന്നതല്ല, എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരായത്. എന്തായാലും കുട്ടിയമ്മ ചേച്ചിയുടെ അകാല നിര്യാണത്തിൽ കുട്ടിയമ്മ ചേച്ചിയുടെ കണ്ണുകൾ ദാനം ചെയ്ത കേസ് അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ കോളേജ് കേസ് പറഞ്ഞിരുന്നു. മൈക്കിളിനെക്കാട്ട് എത്രയോ ആത്മബന്ധമുണ്ട്. കുടുംബത്തിലൊക്കെ ചെന്ന് എത്രയോ പ്രാവശ്യം ചായ ഉൾപ്പെടെയുള്ള സൽക്കാരങ്ങൾക്ക് തന്നെ ഞാനേ ടോമിച്ചൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രയോ കാലങ്ങളിൽ എത്രയോ സമയം പോയി ഓരോ സമയങ്ങളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുന്നു. എന്തായാലും കുട്ടിയമ്മ ചേച്ചിയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിന്, ഈ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത വിയോഗമായിട്ട് തന്നെ അവശേഷിക്കും. ഈ പഞ്ചായത്തിന്റെ ചരിത്ര വനിതയായിട്ട് തന്നെ അവർ നമ്മളിൽ കൂടി കടന്നു പോയിരിക്കുകയാണ്. മേലുകാവിൽ അവര് ജനിച്ചു വളർന്നതിലുപരിയായിട്ട് മുട്ടം പ്രദേശവാസികളുടെ മനസ്സിലാണ് അവര് ചേർക്കേറിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന ഈ സമ്മേളനവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ വാക്കുകളും. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി എന്നെപ്പോലുള്ള സാധാരണക്കാരൻ ഒരാളെ ക്ഷണിച്ചതിന്റെ ഭരണസമിതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ആന്റണി ഗവൺമെന്റ് ക്ഷണിച്ചു. സർവീസിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പഞ്ചായത്തിലൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആദ്യമായിട്ട് എത്തുമ്പോൾ എനിക്കാണ് ഇവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കുട്ടിയമ്മ മെമ്പറിനെ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഒത്തിരി ആശങ്കകളും ആകുലതകളും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു ഹൃദ്യമായ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു സമൂഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളൊരു സമീപനമാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത്തരമൊരു അനുഭവം തരാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ. കുട്ടിയമ്മ മെമ്പറെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ 88 മുതൽ ജനപ്രതിനിധിയാണ്. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഒരു ഭരണഘടനാ സാധുത നൽകുന്നതിന് മുമ്പ് തന്നെ, അതായത് സ്ത്രീകൾ മുഖ്യധാര രാഷ്ട്രീയത്തില് പങ്കെടുക്കാൻ വേണ്ടി വിസമ്മതിച്ച് അല്ലെങ്കിൽ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ പങ്കെടുക്കുകയും ഈ മുട്ടം പഞ്ചായത്തിന്റെ ഒരു ഐക്കണായി മാറുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീമതി കുട്ടിയമ്മ മൈക്കിള്, പ്രിയപ്പെട്ട കുട്ടിയമ്മ മെമ്പർ. അതുപോലെ കുട്ടിയമ്മ മെമ്പറുടെ പൊതുജീവിതത്തെ പറ്റിയും കുട്ടിയമ്മ മെമ്പർ ഈ നാടിന് നൽകിയ സംഭാവനകളെ പറ്റിയും ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരും സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം ശ്രീമതി കുട്ടിയമ്മ മെമ്പർ പൊതുജീവിതത്തിൽ തുടർന്നു പോകുന്ന സംഭാവനകൾ ഇനിയും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് ജീവനക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആദരവ് അർപ്പിക്കുകയാണ്. കുട്ടിയമ്മ മെമ്പറുടെ വിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും അത് താങ്ങാനുള്ള കരുത്ത് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് നമ്മൾക്ക് ഈ അനുശോചനം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുട്ടിയമ്മ ചേച്ചിയുടെ പ്രിയപുത്രൻ ശ്രീ ബിബിൻ എത്തിയിരിക്കുന്നത്. ബിബിനെ ക്ഷണിച്ചോളൂ. വേദിയിലും സദസ്സിലും ഉപസ്ഥരായിരിക്കുന്ന ആദരണീയരായ പൊതുപ്രവർത്തകരെ, ജനപ്രതിനിധികളെ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചിയെ, ഞങ്ങളുടെ മമ്മിയെ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ തീർത്തും അഭിമാനകരമായ നിമിഷമാണ് ഞങ്ങൾക്ക്. ഒരു മകന്റെ കണ്ണിൽ കൂടി ഞാനും എൻ്റെ അമ്മയെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചിയെ ഒന്ന് അനുസ്മരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവും. ചില ലക്ഷ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കൊരു ദൗത്യം അല്ലെങ്കിൽ മിഷനായി മാറും.
എന്റെ അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെ 2 മേജർ ലക്ഷ്യങ്ങളാണ് അമ്മയ്ക്കുണ്ടായിരുന്നത്. ഒന്ന്, എല്ലാ മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ച് വലുതാക്കുക. ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ലാതെ പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പഠിപ്പിക്കുക, കാശുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം. 2, നല്ലൊരു പൊതുപ്രവർത്തകയാകുക, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഈ 2 ലക്ഷ്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ അമ്മയുടെ മേജർ 2 ലക്ഷ്യങ്ങൾ. വിദ്യാഭ്യാസ ഒന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുക്കിന്റെയും പുസ്തകത്തിന്റെയും പുറകിലുള്ള പഠിത്തത്തിനേക്കാൾ ഒരുപാട് ഉപരിയായി ഞങ്ങൾ കണ്ടുപഠിച്ചത് 1988 അല്ലെങ്കിൽ 90 കാലഘട്ടങ്ങളിലൊക്കെ ഈ നാട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാ പ്രതിനിധി ചാരായ ഷാപ്പ് പൂട്ടിക്കാൻ വേണ്ടി ധൈര്യപൂർവ്വം നിരാഹാര സമരം നടത്താൻ ധൈര്യം കാണിച്ച ഒരു വനിത, വഴിയിൽ കുത്തുകെറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ ആണുങ്ങൾ പോലും എടുത്തുകൊണ്ട് പോകാൻ മടി കാണിക്കുമ്പോൾ ഒരു വനിത വന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ കാണിക്കുന്ന സങ്കോചം. എല്ലാ ജോലികൾക്കും മഹത്വമുണ്ട്, ഏത് ജോലിയിലുള്ള മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് കാണിച്ചു ബന്ധം പഠിപ്പിച്ച അമ്മ. സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ മച്യൂരിറ്റി ഉള്ള ഒരാൾ, സാമ്പത്തികമായിട്ടുള്ള ചിട്ടകളുള്ള, ഒരു പൈസ പോലും വേസ്റ്റ് ആക്കാതെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ. പക്ഷെ അതേസമയം തന്നെ ആ പണമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് അമ്മ. അമ്മയുടെ കയ്യിൽ എപ്പോഴെങ്കിലും പൈസ ഉണ്ടെങ്കിൽ, ആരെങ്കിലും വേണമെങ്കിൽ കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ കൊടുത്തിരിക്കും. കയ്യിൽ കാശില്ലെങ്കിൽ വളരെ ഊരി കൊടുക്കാൻ അമ്മ മടിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടതുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം. അമ്മയുടെ 3 മക്കൾക്കും ലഭിച്ച വിദ്യാഭ്യാസം ഇതാണ്. ആ വിദ്യാഭ്യാസമാണ് ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലും ഞങ്ങളുടെ സ്ഥലങ്ങളിലും ഞങ്ങൾ ശ്രമിക്കാനായിട്ട്, അമ്മയെ അനുകരിക്കാനായി ഞങ്ങൾ ശ്രമിക്കുന്നത്. അമ്മയുടെ കൊച്ചുമക്കളിൽ 2 പേരാണ് പ്രായപൂർത്തിയായിട്ടുള്ള 2 ആൾക്കാർ. അമേരിക്കയിൽ പ്രായപൂർത്തിയായി നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ എൻട്രൻസിലൊന്നും ബേസ് ചെയ്തിട്ടല്ല, അഡ്മിഷൻ ഒരു എസ്സേ എഴുതണം, അവനവന്റെ മനസ്സിൽ ഉള്ളിൽ തട്ടി എഴുതുന്ന എസ്സേകൾ എഴുതണം. ഈ 2 കൊച്ചുമക്കൾ എഴുതിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രചോദനമായത് അവരുടെ ഗ്രാൻഡ്മയാണ്, അവരുടെ വല്യമ്മയാണ്. ഈ 2 മക്കളും അമേരിക്കയിലാണെങ്കിലും അവര് ഇന്ത്യയിലുള്ള, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഫൗണ്ടേഷൻ വഴി കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ നേതൃത്വ പാഠവും പഠിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നേതൃത്വ പാഠത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമാണ്, അമ്മയിൽ നിന്ന് പഠിച്ച മറ്റൊരു എക്സാമ്പിളാണ് സർവൻ ലീഡർഷിപ്പ്, ശുശ്രൂഷ നേതൃത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും നമ്മൾ വാക്കുകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ പറയുന്ന നല്ല നേതൃത്വം, അതിലുപരിയായിട്ടുള്ള നേതൃത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പഠിപ്പിച്ചപ്പോഴാണ്. 2ാമത്തെ കാര്യം നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അമ്മ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. എങ്കിലും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് 1988 എന്ന് പറയുമ്പോൾ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വനിതകൾ അല്ലെങ്കിൽ കേരളം സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മേ ബി ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ അവിചാരിതമായിട്ടാണ് മമ്മി ഒരു ഇലക്ഷനിലേക്ക് കടന്നു വരിക. ആ ഇലക്ഷൻ ജയിച്ചു. വളരെ അഭിമാനപൂർവ്വം ആ വിജയമായിട്ട് തന്റെ ബന്ധുമിത്രാദികളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന മമ്മിക്ക് കിട്ടിയ തിരസ്കരണമായിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യു, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്നതിന് പകരം മമ്മിക്ക് കിട്ടിയത് നീ എന്തിനാ ഇതിനൊക്കെ പോകുന്നത്, നീ നാളെ നക്കാൻ പോവാണോ എന്നുള്ള ചോദ്യം. പക്ഷെ അതൊന്നും എന്റെ അമ്മയെ നിരുത്സാഹപ്പെടുത്തിയില്ല. അതൊരു ഒരു അണയാത്ത കനലായി എന്റെ അമ്മയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഓരോ ദിവസവും കത്തി കയറുന്ന, ഇനിയും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകയായി വളരാനായിട്ട് മമ്മിയെ സാധിച്ചു എന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. ആദ്യമായി എനിക്ക് തോന്നുന്നത് നാരായണ സാറിന്റെ കാലത്താണ്, നാരായണ സാർ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് മമ്മി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞ പോലെ രാജേഷേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത്, ജനകീയ ആസൂത്രണത്തിന്റെ കാലത്തൊക്കെ മമ്മി ഒരുപാട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആ സമയങ്ങളിലൊക്കെ എന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എനിക്ക് പഞ്ചായത്ത് ഓഫീസ് ഒരു വീട് പോലെ തന്നെയായിരുന്നു. കാരണം മമ്മി ഇവിടെ ഉണ്ടാവും, ഞാൻ സ്കൂളിൽ നിന്ന് ഇവിടെ വരുന്നു, ഞാനും അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ ജനകീയ ആസൂത്രണത്തിന്റെ പേപ്പറുകളൊക്കെ സോർട്ട് ചെയ്യാൻ എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ ഒരു ദിവസം ഒരാളെങ്കിലും വരാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓരോ മനുഷ്യർ വരുമ്പോഴും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഏറ്റവും കൂടുതലായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് മമ്മി. ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ മനുഷ്യർ മമ്മിയെ വിശ്വസിച്ച് അവനവന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാവും. ഒരുപാട് ആളുകളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കുന്നതൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വരും.
അപ്പം ഇങ്ങനെ ഒരുപാട് അനവധിയായിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോയ അമ്മയെക്കുറിച്ച് ഞാനൊരു ഈയിടെ കാലം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടേക്കുന്നത് കണ്ടു. ഒരേ സമയം കുടുംബവും സാമൂഹിക പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയ ഒരാളാണെന്ന് ഞാനിവിടെ നിന്നുകൊണ്ട് 100% സത്യത്തോടെ മകനെന്ന നിലയിൽ ഏറ്റവും അഭിമാനത്തോടെ ഏറ്റവും സന്തോഷത്തോടെ പറയുകയാണ്. ഈ 2 ദൗത്യങ്ങളും ഈ 2 ലക്ഷ്യങ്ങളിലും അമ്മ വിജയിച്ചു. എനിക്ക് തോന്നുന്നു ആ സാമൂഹിക പ്രവർത്തനം എന്നത് മമ്മി ഒരു മിഷനായി ഏറ്റെടുക്കേണ്ട ദൗത്യമാണെന്നുള്ള നിലയിലേക്ക് പോയി. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഞങ്ങളിൽ മക്കൾ പലപ്പോഴും ചെന്നിട്ട് ചോദിക്കും, ഇനിയും മത്സരിക്കണം, എത്ര നാളായാലും. അന്നേരം മമ്മി ഓരോ റീസൺസ് കണ്ടുപിടിക്കും ഇലക്ഷൻ മത്സരിക്കാനായിട്ട്. എന്നിട്ട് എല്ലാ ഇലക്ഷനിലും ഒരു കാര്യം പറയും, ഈ ഒരു തവണയോടെ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് ഒരു തമാശയായി മാറി. ഓരോ 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴും ഇതിപ്പോ കേൾക്കുന്ന നമുക്ക് വളരെ തമാശയായി. ഇത്തവണ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇത്തവണ കൂടി എനിക്ക് ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അത് ഇത്തവണ കൂടി ആയി നിന്നുപോയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, മമ്മിയെ സംബന്ധിച്ചിടത്തോളം മമ്മ ഇത് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ് ചെയ്തുകൊണ്ട് ഇതൊരു പ്രവൃത്തിയായിരുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആസ്വദിക്കാൻ ജീവിതം ആസ്വദിക്കാൻ ഒരു പക്ഷെ അറിയത്തില്ലാത്ത ഒരാളായിരുന്നു. ഞങ്ങൾ വിദേശത്തേക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാറുണ്ട്. നമ്മൾ ചോദിക്കും, അതല്ല മക്കളൊക്കെ ഇപ്പോൾ വലുതായി, ഒരു വെക്കേഷൻ വന്നൂടെ, വരണമെന്ന് പറയും, വരത്തില്ല. ഈ വിശുദ്ധങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ഒരു ഫ്ലൈറ്റൊക്കെ എടുത്ത് പോയിക്കൂടെ, അല്ലെങ്കിൽ ദുബായിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, വെളിയിൽ എവിടെ ഒരു ടൂർ പോയിക്കൂടെ, പോകില്ല. എവിടെ ആളുകൾക്ക് സഹായം ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ കൂടെ എന്റെ അമ്മ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഈ സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. ഞങ്ങളുടെ പോത്തുങ്കൽ ഫാമിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. അമ്മയുടെ വേദന, അമ്മ പോകുന്നത് നമുക്ക് വളരെ ഒട്ടും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല, ഒരുപാട് വേദനയുള്ള കാര്യമാണ്. എങ്കിലും അമ്മ എന്നൊരു വ്യക്തി തീർച്ചയായിട്ടും ബൈബിളിൽ പറയുന്ന പോലെ എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും അമ്മയുടെ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ഒക്കെ പൂർണ്ണമായും പൂർത്തീകരിച്ച് ആണ് തന്നെ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ നിർത്തുകയാണ്. നിർത്തുന്നതിന് മുന്നേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു, മമ്മിയുടെ ഓർമ്മയ്ക്കായി ഒരു കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട് പഠന കാര്യങ്ങൾക്കായി ഒരു സ്കോളർഷിപ്പോ അല്ലെങ്കിൽ ഒരു പഠന പദ്ധതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്ന വളരെ സന്തോഷമുണ്ടാകുന്ന സജഷൻ തന്നതിന് തീർച്ചയായിട്ടും നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം സഹകരണങ്ങൾ വരും വർഷങ്ങളിൽ ഉണ്ടാവണം. അമ്മയെ എപ്പോഴും ഓർക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംസാരിക്കാനായി 11ാം വാർഡിലുള്ള ഈ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീദ് അധ്യക്ഷ, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികള്, പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങള്, മറ്റു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കള്, അതിലുപരി മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ, ഇങ്ങനെയൊരു അനുശോചന യോഗം ഒരിക്കൽ പോലും ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. കാരണം കുട്ടിയമ്മച്ചേച്ചിയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നിരവധി കാര്യങ്ങൾ എനിക്കുണ്ട്. ഇതൊന്നും കൂടുതലധികമായിട്ടൊന്നും പറയുന്നില്ല, കാരണം പറയാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം കുട്ടിയമ്മച്ചേച്ചിയോടൊപ്പം ഈ ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഠപുസ്തകമായിരുന്നു കുട്ടിയമ്മച്ചേച്ചി. അറിവില്ലാത്ത ഒരു ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ ഒരു കുട്ടിക്ക് അറിവിൻ്റെതായ കുറെ കാര്യങ്ങൾ കുട്ടിയമ്മച്ചേച്ചിയിലൂടെ മനസ്സിലാക്കി ഒരു ജനപ്രതിനിധി എത്രത്തോളം എങ്ങനെയാകണം, അയാളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു ഞങ്ങൾക്ക്. സഹോദരി എന്നല്ല, ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഞങ്ങളുടെ അമ്മച്ചി തന്നെയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം. കഴിഞ്ഞ 10-15 ദിവസത്തോളമായിട്ട് കുട്ടിയമ്മച്ചേച്ചിയുടെ ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഹൃദയവേദനയോടെ ഞാനും പ്രസിഡന്റും അതുപോലെ എന്നോടൊപ്പമുള്ള മെമ്പർമാരും ഒക്കെ ഓരോ ദിവസങ്ങളും വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് കുട്ടിയമ്മച്ചേച്ചിയുടെ ഈ അസുഖം ആരംഭിക്കുമ്പോൾ എന്നെ ഓരോ ദിവസങ്ങളും എന്നെ കുട്ടിയമ്മച്ചി വളരെ ഊർജ്ജസ്വലമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. ഇവിടൊക്കെ ഞാൻ തിരക്കുമ്പോൾ ഒരു കുഴപ്പമില്ല രഞ്ജി, ഞാൻ വളരെയധികം ഊർജ്ജസ്വലയോടുകൂടി തിരിച്ചു വരും. അവസാനമായിട്ട് ഞാൻ സംസാരിച്ചത് എന്റെ സർജറിയുടെ തലേ ദിവസമാണ്. ആ തലേ ദിവസം എന്നെ വിളിച്ചു പറയുന്നത്, രഞ്ജി ചെറിയൊരു സ്ട്രോക്കിൻ്റെതായ ചെറിയൊരു ലക്ഷണം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സ്ത്രീ സ്റ്റഡ് എന്ന കേസുകൾ 3 ദിവസത്തിനുള്ളിൽ
എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും 1 മാസത്തോളം, ചിലപ്പോൾ 1.5 മാസത്തോളം, ചിലപ്പം കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പം റജിയോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് റജി വാർഡിന്റെ കുറച്ച് ചുമതലകൾ ചിലപ്പോൾ നോക്കേണ്ടി വരുമെന്ന് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചു പോകും. അന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണെങ്കിലും ഞാൻ അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മരണവാർത്ത ശരിക്കും അറിഞ്ഞപ്പോ എനിക്കറിയില്ല എനിക്ക് എങ്ങനെ അത് ആ സംഭവം, ആ മരണ വാർത്ത എങ്ങനെ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സഹോദരി നഷ്ടപ്പെടുന്ന വേദന അത് ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കുട്ടിയമ്മ ചേച്ചിയുടെ ഈ മരണം ഒരിക്കലും അതായത് ഓർമ്മകൾ പോലും ഒരു മനുഷ്യരും മറക്കില്ല എന്നുള്ള കാര്യം ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും തുടർന്ന് ഓരോ വർഷങ്ങളും കുട്ടിയമ്മ ചേച്ചിയുടെ അനുസ്മരണ ദിനം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ വെച്ച് ആദരിക്കാനായിട്ടും ഞങ്ങൾ എല്ലാവരും ഭരണസമിതി അംഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അതൊരു പ്രസിഡന്റ് അടക്കം ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസം, അതായത് ധീരനിർദ്ധനായ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവരുടെ മക്കളോട് അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളോട് സമ്മതം കൂടിയത്. അതേ രീതിയിലുള്ള ഒരാളായിരുന്നു കുട്ടിയമ്മ ചേച്ചി. കാരണം എൻ്റെ വാർഡിലും അല്ലാതെ വിവിധ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്സിഡന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ 2 കൈ നീട്ടി അദ്ദേഹം അതിന്റെ തുകയുടെ വലുപ്പം പോലും നോക്കാതെ ആ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സഹായിച്ച ഒരാളായിരുന്നു. കുട്ടിയമ്മ ചേച്ചിയുടെ ഓർമ്മകൾ ഇനിയും ഇപ്പൊ കുറച്ചു മുമ്പ് പല ആളുകൾ പറഞ്ഞ പോലെ ഒരു ഉരുക്ക് വനിതയല്ല, ഒരു നന്മ മരമായിട്ട് തന്നെ നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്ത് വളരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. യോഗം നമ്മൾക്കൂടെ അവസാനിപ്പിക്കുക. അതിനിടയിൽ നമ്മൾക്ക് ലിസ്റ്റ് വായിച്ചപ്പോൾ ഇതിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA കയറി വന്നു. ആ MLA കയറി വന്നതിനിടയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ വിളിക്കാൻ കഴിയാത്തതിൽ ഈ അവസരത്തിൽ ഖേദം പ്രകടിപ്പിക്കുക. എന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്തോ തിരക്ക് വെച്ച് പോയി. പക്ഷെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. എങ്കിൽ പോലും നമുക്ക് ബഹുമാന്യായ MLA വന്നുകൊണ്ടാണ് ആ ലിസ്റ്റ് അങ്ങനെ മിസ്സായി പോയതെന്ന് ഒരിക്കൽ കൂടി ഞാനിവിടെ അറിയിക്കുന്നു. വിശ്വജന യോഗം അവസാനിച്ചായിട്ട് അറിയിക്കുന്നു.